ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനോ. നമ്മൾ റിയാക്ടിന്റെ ബേസിക്സ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു അല്ലെ. എന്താണ് റിയാക്ട്, എന്താണ് കോമ്പോണൻസ്, ക്ലാസ് കോമ്പോണൻസ്, ഫങ്ഷണൽ കോമ്പോണൻസ്, ഹുക്സ്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കി ഒരു മിനി പ്രൊജക്റ്റും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ റിയാക്ടിന്റെ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. റിയാക്ടിന്റെ റിഡക്സ്. റിയാക്ടിലെ ഹുക്സ് വരെ നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് മൂന്നാമത്തെ ഒരു സ്റ്റെപ്പാണ് റിയാക്ടിന്റെ. അപ്പൊ എന്താണ് റിയാക്ട് റിഡക്സ് നോക്കിയാലോ. ഇത് ആക്ച്വലി റിയാക്ടിന് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല. ജാവാസ്ക്രിപ്റ്റ് ആപ്ലിക്കേഷനിൽ സ്റ്റേറ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈബ്രറിയാണ് ഈ റിഡക്സ്. അപ്പൊ സ്പെസിഫിക് ആയിട്ട് റിയാക്ടിന് വേണ്ടിയിട്ട് മാത്രമുള്ള ലൈബ്രറി ഒന്നുമല്ല. മാത്രമല്ല ഇത് ഓപ്ഷനിലുമാണ്, വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. അപ്പൊ എന്തുകൊണ്ടാണ് റിഡക്സ് യൂസ് ചെയ്യണമെന്നത് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റിഡക്സ് ഇസ് എ പ്രെഡിക്റ്റബിൾ സ്റ്റേറ്റ് കണ്ടെയ്നർ ഫോർ ജാവാസ്ക്രിപ്റ്റ് ആപ്സ്. അപ്പൊ എന്താണ് ഈ പ്രെഡിക്റ്റബിൾ സ്റ്റേറ്റ് കണ്ടെയ്നർ? ഈ റിഡക്സിന്റെ ലൈബ്രറി ഒരു സിംഗിൾ സോഴ്സ് ഓഫ് സ്റ്റേറ്റേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അവിടെ നമ്മുടെ എൻറ്റയർ ആപ്ലിക്കേഷന്റെ സ്റ്റേറ്റ് അവിടെയായിരിക്കും. ഒരു സ്റ്റോർ ഉണ്ടാവും. അവിടെയായിരിക്കും കീ വാല്യൂ പെയേഴ്സ് ആയിട്ട് നമ്മുടെ എൻറ്റയർ സ്റ്റേറ്റ്സും ഉണ്ടാവുക. അതിനെ നമ്മൾ ഗ്ലോബൽ സ്റ്റോർ എന്ന് പറയും. അവിടെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാനും പറ്റും. ഓക്കെ, ഒരു യൂണിഡയറക്ഷണൽ ഫ്ലോ ആണ് ഇതിനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ടെസ്റ്റിംഗ് ആണെങ്കിലും ഡീബഗിങ് ആണെങ്കിലും ഈസി ആണല്ലേ. ഒരു കോമൺ പ്ലേസിലായിരിക്കും ഇതിന്റെ സ്റ്റേറ്റ്സ് ഉണ്ടാവുക. അവിടെ നമുക്ക് ആക്സസ് ചെയ്യാം, മാനേജ് ചെയ്യാം. അതുകൊണ്ടാണ് ഇത് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് കണ്ടെയ്നേഴ്സ് ആണെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, റിയാക്ടിൽ നമ്മൾ ഓൾറെഡി സ്റ്റേറ്റ് മാനേജ്മെന്റ് ടെക്നിക്സ് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഹുക്സിൽ എടുക്കുകയാണെങ്കിൽ യൂസ് സ്റ്റേറ്റ് ഹുക്ക് ഉണ്ട്, യൂസ് റെഡ്യൂസർ ഹുക്ക് ഉണ്ട്, പിന്നെ നമ്മൾ കോണ്ടെക്സ്റ്റ് യൂസ് ചെയ്തിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ മുകളിൽ നിൽക്കുന്ന അഡ്വാൻറ്റേജ് എന്താണ് ഈ റിഡക്സ് നോക്കാം. ഇത് ഒരു ഓപ്ഷണൽ പാക്കേജ് ആണ്, നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. അപ്പൊ അഡ്വാൻറ്റേജ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പൊ ഇതാണ് നമ്മുടെ റിയാക്ടിന്റെ കോമ്പോണന്റ് ട്രീ എന്ന് വിചാരിച്ചു. ഇതിൽ എനിക്ക് ലാസ്റ്റ് കോമ്പോണന്റിൽ ഒരു യൂസർ നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. ഇതെനിക്കിനി ഏറ്റവും ഫസ്റ്റ് ടോപ്പ് ലെവൽ കോമ്പോണന്റിലേക്ക് പാസ് ചെയ്യണമെങ്കിൽ സാധാരണ നമ്മൾ എന്താ ചെയ്യുക, സ്റ്റേറ്റ് അപ്ലിഫ്റ്റ് ചെയ്യൂലേ, അതിന്റെ തൊട്ട് പ്രീവിയസിലേക്ക്, അതിന്റെ തൊട്ട് പ്രീവിയസിലേക്ക്, പിന്നെ അവിടുന്ന് അതിന് നമുക്ക് അവിടുന്നാണ് നമ്മൾ ആ ഫസ്റ്റ് കോമ്പോണന്റിലേക്ക് ചെല്ലുന്നത്. അപ്പൊ ഇതൊരു 7, 8, 9 ലെവലുള്ള ഒരു വലിയൊരു റിയാക്ട് ആപ്ലിക്കേഷൻ ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഈ പ്രോപ്പർട്ടി ഇങ്ങനെ പ്രോപ്പഗേറ്റ് ചെയ്യുന്നത് കോംപ്ലക്സ് ആയിട്ട് മാറൂലേ. ഇവിടെയാണ് റിഡക്സിന്റെ ഇമ്പോർട്ടൻസ്. അതായത് റിഡക്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്ലോബൽ സ്റ്റോർ ആയിരിക്കും. അപ്പൊ ഇതുപോലെ ആവശ്യമില്ലാത്ത ഇന്റർമീഡിയറ്റ് കോമ്പോണൻസ് കൂടി എല്ലാം പാസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ആ കോമ്പോണന്റിലേക്ക് ഈ പ്രോപ്പ് നമുക്ക് പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം നമുക്ക് ഈ ഗ്ലോബൽ സ്റ്റോറിൽ നിന്ന് ഈ പ്രോപ്പർട്ടി ആക്സസ് ചെയ്യാം, പ്രോപ്പർട്ടീനെ ചേഞ്ച് ചെയ്യുകയും ചെയ്യാം. ഇപ്പൊ ക്ലിയർ ആയില്ലേ. ഇപ്പൊ ഈ രണ്ടാമത്തെ ട്രീ നോക്കി. ഇതാണ് റിഡക്സിന്റെ ഇമ്പോർട്ടൻസ്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു സ്റ്റോർ ഉണ്ടാവും. ഇതൊരു കോമൺ സ്റ്റോർ ആണ്. ഈ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഏത് കോമോഡന്റിൽ നിന്നിട്ടും പ്രോപ്പർട്ടീനെ ആക്സസ് ചെയ്യാം, അതുപോലെ ചേഞ്ച് ചെയ്യുകയും ചെയ്യാം. ക്ലിയർ ആയില്ലേ. അപ്പൊ ഇതാണ് റിഡക്സ് ലൈബ്രറിയുടെ മെയിൻ അഡ്വാൻറ്റേജ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോഡിംഗ് ഒന്നും നോക്കുന്നില്ല, എങ്ങനെയാ റിഡക്സ് നമ്മുടെ റിയാക്ട് പ്രൊജക്റ്റിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇന്റഗ്രേഷന് റിയാക്ട് റിഡക്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ലൈബ്രറിന്റെ ആവശ്യമുണ്ട്. റിയാക്ട് റിഡക്സ് എന്ന് പറയുന്നത് ഒരു ഒഫീഷ്യൽ ബൈൻഡിങ് ലൈബ്രറിയാണ്. അതായത് ഈ റിഡക്സ് ഒരു ഇൻഡിപെൻഡന്റ് ലൈബ്രറിയാണ് നമ്മൾ പറഞ്ഞല്ലേ. റിയാക്ടിൽ മാത്രമല്ല ഏത് പ്രൊജക്റ്റിൽ വേണമെങ്കിലും ഇതുപോലെ സ്റ്റേറ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ നമ്മുടെ റിയാക്ടിനെയും റിഡക്സിനെയും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ റിയാക്ട് റിഡക്സ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റിയാക്ടിലേക്ക് റിഡക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഈ റിയാക്ട് റിഡക്സ് യൂസ് ചെയ്തിട്ടാണ്. ഇൻസ്റ്റാളേഷനിൽ നമ്മൾ ഈ റിഡക്സും റിയാക്ട് റിഡക്സും ഇൻസ്റ്റാൾ ചെയ്യണം. ഞാനിവിടെ npm യൂസ് ചെയ്തിട്ടാണോ ചെയ്യുന്നത്. ഞാനിവിടെ എന്റെ റിയാക്ട് പ്രൊജക്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു സിംഗിൾ കമാൻഡേ ഉള്ളൂ, npm സ്പേസ് ഇൻസ്റ്റാൾ റിഡക്സ് റിയാക്ട് റിഡക്സ്. ഇവിടെ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. package.json ഫയൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഡിപ്പെൻഡൻസീസിൽ റിഡക്സ് വന്നിട്ടുണ്ട്. 5.0.1 ആണ് ഇതിന്റെ ലേറ്റസ്റ്റ് വേർഷൻ. ഇനി എന്താണ് ഇതിന്റെ കോർ ആർക്കിടെക്ചർ, ഒരു സ്റ്റോർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, പിന്നെ ഇത് ആക്സസ് ചെയ്യുന്നതും അപ്ഡേറ്റ് ചെയ്യുന്നതും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്